ഡെയിലി ഇന്ത്യൻ ക്വിസീന് മാത്രം ട്രൈ ചെയ്ത് പിന്നെ ഒരു ആഗ്രഹം വേറെ വല്ല ക്വിസീനും ട്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ ചേച്ചി ഇന്ന് കൊറിയൻ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെയുള്ള വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഫേമസ് അല്ല, റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കഫേ, ഒരു ചെറിയൊരു സംഭവം. ആദ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ, എന്തൊക്കെ ഫുഡ് ട്രൈ ചെയ്യണം. ഈ ഡ്രാമാസിലൊക്കെ കാണുന്ന പേര് സൂഷി ട്രൈ ചെയ്താലോ, അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ പേര്, തക്ബുക്കി ട്രൈ ചെയ്താലോ, അല്ലെങ്കിൽ വല്ല ചീസ് കേക്കും ട്രൈ ചെയ്താലോ. അങ്ങനെ അവസാനം നമ്മൾ അവിടെ നിന്ന് 1-2 സാധനങ്ങൾ എടുത്ത് ട്രൈ ചെയ്യാൻ തുടങ്ങിട്ടോ. ഫസ്റ്റ് തന്നെ ഇത് കിംപാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരു സ്റ്റഫ്ഡ് ചിക്കനൊക്കെ ആയിട്ട് സീവീഡൊക്കെ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളൊരു സംഭവം. എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷെ ഓൾക്ക് വലിയ താല്പര്യമില്ല. ഉണക്കം ചോദിക്കുന്നതൊക്കെ പറഞ്ഞു കളിയാക്കരുത്. ഇനി നാട്ടിലത്തെ കൽമാസിന്റെ ടേസ്റ്റ്. പിന്നെ ഓരോരുത്തരുടെ ഫുഡ് ബഡ്സ് ഓരോന്നല്ലേ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട്. നെക്സ്റ്റ് നമ്മൾ തക്ബുക്കിയാണ് ട്രൈ ചെയ്യുന്നത്, അതായത് റൈസ് കേക്ക്. തക്ബുക്കി എന്ന പേരൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ടിട്ട് ഓള് പറയുന്നത് പത്തിരിപ്പൊടി കുഴച്ചിട്ട് അതിൽ മസാല ഇട്ട പോലെ ഉണ്ടെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ, ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റ്. നല്ല ആ ഒരു സ്റ്റിക്കി റൈസിൽ ആ ഒരു മസാല വന്നപ്പോൾ പ്രത്യേക ഫ്ലേവർ. നെക്സ്റ്റ് നമ്മളൊരു കേക്കാണ് ട്രൈ ചെയ്തത്. നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വാനില കേക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വാനില കേക്കിൽ ആ ഫില്ലിങ്സ് വന്നപ്പോൾ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് രണ്ടാക്കും നല്ലപോലെ ഇഷ്ടമായി. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് മറ്റേ തക്ബുക്കിയും കിംബാപ്പയും അതൊക്കെയാണ്. ഇതിൻ്റെ ലാസ്റ്റത്തെ ആ കഴിപ്പ് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും വിൽ സീ യു സൂൺ. ബൈ.